Hi guys, how are you? Like, subscribe, share. നമ്മളൊരു മില്യനെയർ ആക്കുക. ബൈ പോവുകയാണ്. ചുമ്മാ ഐശ്വനൊക്കെ കണ്ട് ഫുഡ് അടിച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ ഗൈസ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വ്ളോഗ്. അപ്പോൾ ഇന്നും ഐഷുവിനെ മീറ്റ് ചെയ്യുന്ന ഒരു വ്ളോഗാണ്. ഐഷു ജോലിയൊക്കെ കിട്ടി ദുബായ്ക്കാരിയായതിനു ശേഷം ഐഷുവിനെ മീറ്റ് ചെയ്യുന്നൊരു വ്ളോഗാണ്. പിന്നെ ഇന്നത്തെ യാത്രയിൽ ഒരാളെയും കൂടി മീറ്റ് ചെയ്യുന്നുണ്ട്. ഇവർ മാഹിക്കാർ 2-3 ആൾക്കാർ അടിച്ചു പൊളിക്കാനുള്ള പ്ലാനാണ്. പക്ഷേ ഞാനും അവരുടെ കൂടെ ചേർന്ന് കുറച്ച് ഷോപ്പിംഗ്, ഫുഡടി അങ്ങനെയെല്ലാം ആയിട്ട് അടിച്ചു പൊളിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ വളരെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു പെട്ടെന്നല്ലേ കുറേ ആഴ്ചകളായിട്ട് പ്ലാൻ ചെയ്ത് നടക്കാതെ ഇരിക്കുന്ന ഒരു ദുബായ് ട്രിപ്പാണ്. സോ നമ്മൾ എവിടെ കൊണ്ടാക്കിയതിൻ്റെ എവിടെയാണെന്നുള്ളത് പോയി നോക്കാൻ വേണ്ടി വളരെ ഉത്തരവാദിത്തമുള്ള ഏട്ടന് കൂടെ 2 ആഴ്ചകൾക്ക് ശേഷം പോകുന്നുണ്ട്. നമുക്കറിയാവുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ അധികം നാട്ടിലെല്ലാം അന്ന് തന്നെ പോയി. അങ്ങനെ നമ്മൾ ലോങ് ഡ്രൈവ് ഫ്രം അബുദാബി അങ്ങനെ ദുബായിലേക്ക് എത്തി. അങ്ങനെ ഇപ്പം നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ എന്നെ കരാമയിൽ ഡ്രോപ്പ് ചെയ്തിട്ട് നികേട്ടൻ വണ്ടി വാഷ് ചെയ്യാനോ അങ്ങനെ എന്തൊക്കെയോ സംഭവമൊക്കെ ആയിട്ട് പോകും. കരാമയിൽ ഞാൻ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഐഷു ഉച്ചയ്ക്കത്തെ ഡ്യൂട്ടി, ഐഷുവിന് ഉച്ചവരെ ഡ്യൂട്ടി ഉണ്ട്. ഉച്ചയൊക്കെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് അവളെയും പിക്ക് ചെയ്തിട്ട് ഫുഡ് കഴിക്കാനൊക്കെ പോകണം. ഞാനിവിടെ കട്ട പോസ്റ്റാണ് ഗൈസ്. നികേട്ടൻ എന്തോ ബ്ലോക്കിൽ കുടുങ്ങിയിട്ടാണ് ഗൈസ്. ബ്ലോക്കാണ്, നല്ല സൂപ്പർ ബ്ലോക്കാണ്. നികേട്ടന് ആക്ച്വലി ഒരു 10-200 മീറ്റർ ദൂരമുണ്ട്, പക്ഷേ എത്തിപ്പെടാൻ പറ്റുന്നില്ല, അത്രയും ബ്ലോക്കാണ്. അങ്ങനെ കുറേ നേരമായിട്ട് നികേട്ടൻ ബ്ലോക്ക് മൂവ് ചെയ്യുന്നില്ല എന്ന് തോന്നിയപ്പോൾ അവിടെ തന്നെ വണ്ടി സൈഡ് ചെയ്ത് എന്നെ വന്ന് കൂട്ടി നടന്ന് ഞങ്ങൾ അങ്ങോട്ട് പോയി. അതായിരിക്കും ബെറ്റർ. കുത്തുവാളെടുത്ത് ഗൈസ്. മേല ദുബായിലെ ഏരിയയിലോട്ട് ഞാൻ വരുന്നില്ല. സ്റ്റിൽ ഭയങ്കര ബ്ലോക്കാണ്. ബ്ലോക്ക് വരുന്നുണ്ട് ഗൈസ്. അങ്ങനെ കണ്ടുകിട്ടി ഗൈസ്. ഇങ്ങനെ നോക്കി കുലംകുശമായി പഠിക്കുകയാണ് ഗൈസ്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ആ ഇലയിലെ ചമ്മന്തിയുടെ കോലങ്ങൾ വെക്കുന്നതേ ഓർമ്മയുണ്ടാവും. ഇതിലെന്തൊക്കെയുണ്ട് പറ. അവിയലുണ്ട്, പച്ചച്ചമ്മന്തി ഉണ്ട്, ബീഫ് കറിയുണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്, അച്ചാർ, നാരങ്ങ അച്ചാറുണ്ട്, ക്യാബേജ് തോരനുണ്ട്, ചേർക്കൊരു മോര് കറിയും കൂടെ വെക്കാൻ. ഇതിൽ ബീഫുണ്ട്, ചോറുണ്ട്, ഉള്ളിയുണ്ട്, തക്കാളിയുണ്ട്. വന്നിട്ട് നമ്മൾ എണ്ണയിക്കാൻ വേണ്ടിയിട്ട് അത് ആദ്യം ആരെങ്കിലും ഒരാൾ ഇടണം തോന്നുന്നു അല്ലേ? പക്ഷെ മോഹട്ടിലത് ഇടുന്ന കിട്ടും. Yes guys, Lotus cheesecake.
ഇതെന്തുവായിരുന്നു? ബ്ലൂബെറി ചീസ് കേക്ക്. ഇതെന്തുവായിരുന്നു? എക്ലെയർ. ഇതെന്തുവായിരുന്നു? മുളക് പൊടി ഇട്ടതോ? കോക്കനട്ട്. ടേസ്റ്റ് ഉണ്ടോ? ക്രീമിൽ കുളിച്ചു ഗൈസ്. കയ്യിൽ ക്രീം, ആ മുടിയുള്ള ക്രീം നോക്കട്ടെ. നമ്മൾ വിചാരിക്കുന്നില്ല എന്റെ മുടി ഉണ്ടാവുന്നു. അപ്പോൾ ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ 4ാമത്തെ ആൾ. അങ്ങനെ ഞങ്ങൾ വിഷ്ണുവിനെയും കൂടി കരാമേന്ന് പിക്ക് ചെയ്ത് അടുത്ത ലൊക്കേഷനിലേക്ക് പോയി. അടുത്ത ലൊക്കേഷൻ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന B11ആണ്. ഇൻസ്റ്റ ഇപ്പോൾ ഫുൾ തുറന്നാലേ എവിടെ നോക്കിയാലും B11 എല്ലാം അടക്കി ഇതിൻ്റെ ഒരു ഇതാണ്. എന്താ സംഭവം എന്നറിയായിട്ട് ഐഷു എനിക്കൊന്നും ഒരു കുറേ ആയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുമായിരുന്നു ഇവിടെ പോകണമെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഇന്ന് തന്നെ പോയി കളയാമെന്ന് വിചാരിച്ചു. ഇവിടെ നല്ല തിരക്കായിരുന്നു. കുറച്ച് നേരം ക്യൂ ഒക്കെ നിന്നിട്ട് നമുക്ക് അവസാനം കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാനും പറ്റി. എന്നിട്ട് പിന്നെ സംഭവങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഞങ്ങളിങ്ങനെ ക്യൂ നിൽക്കുകയാണ് ഗൈസ്. B11 ഒരു ഈജിപ്ഷ്യൻ ഷോപ്പാണ്. അപ്പം നമ്മൾ ഈജിപ്ഷ്യൻ ഡിഷസ് ആയിട്ടുള്ള 2-3 ഐറ്റംസാണ് ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. മെയിനായിട്ട് കൊഷരി വന്നിട്ട് ആദ്യം ഒരു റൈസ് പുഡിങ്ങിൻ്റെ ലെയർ, പിന്നെ അതിൻ്റെ മുകളിൽ ബക്കലാവ, പിന്നെ കൊണാഫ, പിന്നെ ക്രീംസ്, അതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് പിസ്റ്റാഷ്യോ, ലോട്ടസ് ബിസ്കഫ്, അങ്ങനെ എല്ലാം കൂടെ ആയിട്ടുള്ള ഒരു ലെയേർഡ് ആയിട്ടുള്ളൊരു ഒരു സ്വീറ്റ് ഐറ്റമാണ്. പിന്നെ കൊഷ്ടൂട്ട, മാംഗോ കൊഷ്ടൂട്ട. അതിൻ്റെ പ്രൊണൗൺസിയേഷനൊക്കെ അതാണോ എന്ന് എനിക്കറിയില്ല. അതും സൂപ്പറായിരുന്നു. മാംഗോ കൊഷ്ടൂട്ടയിൽ റൈസ് പുഡിങ്ങിൻ്റെ ഈജിപ്ഷ്യൻ റൈസ് വെച്ചിട്ടുള്ള ഒരു പ്രത്യേകതരം റൈസ് പുഡിങ്ങിൻ്റെ ലെയർ, അതിൻ്റെ മുകളിൽ മാംഗോ പീസസ് ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്തെല്ലാമായിട്ട് ഒരു 2-3 വെറൈറ്റീസാണ് ഇപ്പോൾ ഇൻസ്റ്റയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അത് രണ്ടുമാണ് നമ്മളപ്പോൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മളതെല്ലാം വാങ്ങി അവിടെ അടുത്ത് തന്നെ ഉള്ളൊരു പാർക്ക്, ബീച്ചും കൂടെ ഉള്ളൊരു ഏരിയ ഉണ്ട്, അൽമംസാർ ബീച്ച്, അൽമംസാർ പാർക്ക്. ആ ഏരിയയിലോട്ടാണ് പോയത്. ചുമ്മാ അവിടെ പോയിട്ട് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരിക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഡയറക്റ്റ് അങ്ങോട്ട് എൻ്റർ ചെയ്തു. നല്ലൊരു പാർക്ക് സ്പേസാണ് അവിടെ. ബാർബിക്യൂ ചെയ്യാനുള്ളൊക്കെ ഒത്തിരി സ്ഥലമുണ്ട്. നെക്സ്റ്റ് ടൈം ബാർബിക്യൂ ചെയ്യാനൊക്കെ ഞങ്ങൾ പ്ലാൻ ഇട്ടിട്ട് ഇങ്ങനെ കത്തിയടിച്ച് അവിടെ ഇരുന്നു. അങ്ങനെ പറയുള്ളൂ. ഞാനോ അടിയിലുള്ളത് റൈസ് മിൽക്ക് എന്നൊക്കെ കണ്ടെങ്കിൽ റൈസ് മിൽക്ക് എന്ന് വെച്ചാൽ എന്താ അതറിയില്ല. റൈസ് മിൽക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇതിൽ കണ്ടിന് അവിൽ മിൽക്ക്. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന വർത്താനമൊക്കെ പറഞ്ഞ് രാത്രി ഒത്തിരി ലേറ്റായി. പിന്നെ ഞങ്ങൾ ഐഷുവിനെ ബർദുബായിലും വിഷ്ണുവിനെ കരാമയിലൊക്കെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് റിട്ടേൺ അടിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ഇതുപോലത്തെ വേറൊരു വ്ളോഗ് വരുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.